സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ, താങ്ങാളൂർ, വട്ടത്താണി. തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം പറവണ്ണ സ്വദേശി ആദവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് സ്വദേശിയായ മുബാറക് എന്ന അണ്ണൻ ബാബുവാണ് പിടിയിലായത്. സംഭവശേഷം ചെന്നൈയിലേക്ക് കടന്ന ഇയാളെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സേലത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരൂർ നഗരത്തിൽ പറവണ്ണ സ്വദേശി പള്ളാത്ത് ആദവിനെ കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി മുബാറക് എന്ന അണ്ണൻ ബാബുവിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് ആദവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തിരൂരിൽ കൂലിപ്പണി ചെയ്തു വരുന്ന പ്രതി നേരത്തെ ആദവുമായി വാക്കേറ്റമുണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ തലേന്ന് രാത്രിയും ഇരുവരും വാക്കേറ്റമുണ്ടാവുകയും ഇതിന്റെ വൈരാഗ്യത്തിൽ ആദവിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ആദം എന്നുള്ള ഒരു യുവാവ് മരണപ്പെട്ട സംഭവമുണ്ടായി. അതിലെ പ്രതിയെ ഇന്ന് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മുബാറക് എന്ന അണ്ണൻ ബാബു എന്ന് പറഞ്ഞ ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ ബിവറേജിൻ്റെ മുമ്പിലും മറ്റും പല സമയത്തായിട്ട് വഴക്ക് ഉണ്ടാവുകയും അതിനെ ചൊല്ലി അടിപിടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിരോധത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം നടക്കുന്ന അന്ന് രാത്രിയിലും ഈ മരണപ്പെട്ട ആൾ ഈ പ്രതിയെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായി. അപ്പോൾ അതിൽ അയാൾക്ക് വിരോധം തോന്നി പുലർച്ചെ ഒരു വെട്ടുകല്ലായിട്ട് ചെന്നിട്ട് അവരുടെ ഈ മരണപ്പെട്ട ആളുടെ തലയ്ക്ക് ഇടുകയും മരണം ഉറപ്പാക്കി അതിനുശേഷം അയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. മരണം ഉറപ്പായതോടെ പ്രതി മാവുംകുന്നിലെ താമസ സ്ഥലത്തെത്തി വസ്ത്രം മാറിയ ശേഷം ട്രെയിൻ മാർഗം ചെന്നൈയിലേക്ക് കടക്കുകയായിരുന്നു. കത്തിട്ട് കാണിച്ചു സാർ. രാവിലെ ഉണ്ടാവില്ല. എന്നെ അവിടെ വെച്ചാണ് അടിച്ചത്. ഇവിടെ വെച്ചാണ് സാർ. ഇവിടെയാണ് കിടന്നത്. കല്ലുള്ളവരെ നിനക്ക് അറിയോ? അറിയില്ല സാർ. ഇവിടെ വന്നപ്പോൾ കല്ലട്ടിക്കുണ്ട്. തിരൂർ CI MJ ജിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ സേലം കള്ളക്കുറിശ്ശിയിൽ വെച്ചാണ് പിടികൂടിയത്. SIയും പാർട്ടിയും അവിടെ എത്തി അവരെ കസ്റ്റഡിയിലെടുത്തു. അവിചാരിതമായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചത്. വളരെ ഏകദേശം 100ഓളം ആളുകളെ അതിനിടയിൽ നമുക്ക് ചോദ്യം ചെയ്തു. അവരിൽ നിന്ന് കിട്ടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളാണെന്ന് നമുക്ക് പോലീസിന് മനസ്സിലായത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു. ഇന്ന്
അറസ്റ്റ് രേഖപ്പെടുത്തി തിരൂർ കോടതിയിൽ ഹാജരാക്കും. ഇയാളെ ഈ മദ്യപിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മദ്യപിച്ച് പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പ്രതി. ടൗണിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ആളാണ്. ഇവിടെ ചെറിയ ജോലികളൊക്കെ ആയിട്ട് നടന്ന് സെൻട്രിങ് പണിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് പ്രതിയായിട്ടുള്ള ഈ മുബറക്. നാട്ടിലെത്തിച്ച പ്രതിയെ സംഭവ സ്ഥലത്തും താമസ സ്ഥലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബസ്